അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നെച്ചിക്കാട്ടിൽ വലിയുള്ള എന്ന് കേൾക്കുമ്പോൾ കൂട്ടായിയെയാണ് ഓർമ്മ വരിക. കൂട്ടായിയിൽ ഈ നെച്ചിക്കാട് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ കാടല്ല. ഒരു കാലത്തത് കാടായിരുന്നു. നല്ല കാട് തന്നെയായിരുന്നു. ആൾതാമസം കുറവായിരുന്നു. അങ്ങിങ്ങ് എവിടെയെങ്കിലുമൊക്കെ ഓരോരോ വീടുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ കാടിൻ്റെ അടുത്തായി ഒരു വൃദ്ധ സ്ത്രീ താമസിച്ചിരുന്നു. അവർ ആണ് ആദ്യമായിട്ട് ആ കാട്ടിനുള്ളിൽ ആരോ ഇബാദത്തിൽ മുഴുകിയിട്ട് തസ്ബീഹ് ചൊല്ലുന്നതായിട്ട് അനുഭവപ്പെട്ടത്. അപ്പോൾ അവർ ഇടയ്ക്കെല്ലാം അവരുടെ അടുക്കൽ പോയി നോക്കും. ഭക്ഷണത്തിന് ക്ഷണിക്കുകയും ഭക്ഷണം കൊടുക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അത് പതിവായിരുന്നു. ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ചെന്ന് പറഞ്ഞാൽ ഉടനെ അതിന് ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ ചികിത്സ നിർദ്ദേശിക്കുകയും അത് സഫലമാവുകയും ചെയ്തിരുന്നു. ആ സ്ത്രീയുടെ തൊട്ടടുത്ത വീട്ടിൽ ഉള്ള ഒരു ഹിന്ദു സ്ത്രീക്ക് 3 ദിവസം പ്രസവവേദന ഇളകിക്കൊണ്ട് താമസിച്ചു. 3-ാമത്തെ ദിവസം അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വന്നപ്പോൾ വിവരം പറഞ്ഞു. ഉടനെ തന്നെ എന്തോ മന്ത്രിച്ചു കൊടുക്കുകയും അത് കഴിച്ച് ആ സ്ത്രീ പ്രസവം സുഖമായിട്ട് നടക്കുകയും ചെയ്തു. പിന്നീടൊരിക്കൽ ഈ വൃദ്ധയുടെ പേരക്കുട്ടികൾക്ക് ബസൂരി വന്നു. മേലാകെ ബസൂരി പൊന്തിയാൽ പിന്നെ മരണമാണ്. ആ കാലഘട്ടത്തിൽ മരുന്നില്ല, കണ്ണു പോകും, ആ ശരീരം തന്നെ പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ബസൂരി ഭയങ്കര ഭീകരമായിരുന്നു. ബസൂരിയും തലമ തട്ടിയുമൊക്കെ. ഉടനെ തന്നെ മഹാനോട് പറഞ്ഞു, എൻ്റെ പേരമക്കൾക്ക് ബസൂരിയാണ്, എല്ലാവരും ആകെ അവശ നിലയിലാണ്. ഉടനെ തന്നെ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, അത് അള്ളാഹു ശിഫയാക്കും എന്ന് പറഞ്ഞു. അത് പറയേണ്ട താമസം 2-ാമത്തെ ദിവസം തന്നെ ആ സ്ത്രീ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, മക്കളുടെ അസുഖങ്ങളെല്ലാം മാറി സന്തോഷത്തിലാണ്, പെട്ടെന്ന് മാറിയിരിക്കുന്നു. എവിടേക്കാണ് ആ പൊന്തിയതൊക്കെ പോയത് എന്നറിയില്ല. അവർ കുളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. സന്തോഷമായി. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അള്ളാഹുവിൻ്റെ ഔലിയാക്കളല്ലേ, അവർ പുറത്തേക്ക് വരികയോ ആ ദിക്റിൽ നിന്ന് അവർ വേർപെട്ട് പോരുകയോ ഇല്ല. ജനങ്ങളിൽ നിന്ന് അകന്ന് താമസിക്കാനാണ് ഈ ഔലിയാക്കളൊക്കെ ശ്രമിക്കാറ്. ഇദ്ദേഹവും അങ്ങനെ തന്നെയായിരുന്നു. ഒരിക്കലും ജനങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നില്ല. പിന്നെ സങ്കടങ്ങൾ എന്തെങ്കിലും വന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അത് ഒരു മുസൽമാൻ്റെ കടമയില്ലേ, അതവർ നിർവഹിക്കുമായിരുന്നു. അത്രമാത്രം. അവർക്ക് ധനത്തിനോടോ അവർക്ക് സുഖത്തിനോടോ ആഡംബരത്തിനോടോ സ്ഥാനമാനത്തിനോടോ സ്റ്റേജിൽ കയറുന്നതിനോടോ ജനകീയനാവുന്നതിനോടോ ഒന്നിനോടും അവർക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം. ആ കാലഘട്ടത്തിൽ ജനകീയത ഒക്കെ കുറവായിരുന്നു, ജനകീയ വേദികളൊക്കെ കുറവായിരുന്നു. എന്നാലും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. അതുപോലുള്ള കുറേ ഔലിയാക്കന്മാരെ ഇപ്പോൾ നമുക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. കീശേരി മഹ്മൂദ് മുസ്ലിയാർ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ജനങ്ങളിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാനായിരുന്നല്ലോ. അങ്ങനെ ഒരുപാട് മഹാന്മാരുണ്ട്. ഏതായാലും ഇദ്ദേഹം ഇങ്ങനെ ഭക്ഷണത്തിന് വരും, ആ ഭക്ഷണം കൊടുക്കും, ഒരു നേരം ഭക്ഷണമൊക്കെ കഴിക്കുകയുള്ളൂ, അങ്ങനെ പോവുകയും ചെയ്യും, ഇബാദത്തിൽ മുഴുകുകയും ചെയ്യും. ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഭക്ഷണത്തിന് വന്നില്ല. അന്ന് ആ സ്ത്രീ കാത്തിരുന്നു, വളരെയധികം കാത്തിരുന്നു. രാത്രിയായി. അവർ കിടന്നുറങ്ങിയപ്പോൾ കാണുന്നത് അദ്ദേഹം മരിച്ചിരിക്കുന്നു എന്ന അവസ്ഥയാണ്. അദ്ദേഹത്തിന് മരിക്കുന്നതും അദ്ദേഹത്തിനെ ഖബറടക്കുന്നതും ഒക്കെയാണ് കണ്ടത്. നേരം പുലരുവോളം സുഖമായിട്ട് ഉറങ്ങുകയും ആ സ്വപ്നത്തിൽ ലയിക്കുകയും ചെയ്തു. നേരം പുലർന്നപ്പോൾ ഞെട്ടി എഴുന്നേറ്റ് ചിന്തിച്ചത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. വേഗം ആകാംക്ഷയോടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ഖബറാണ് കണ്ടത്. ആ കാട്ടിനുള്ളിൽ ആരാണ് ഖബറടക്കിയത്, എപ്പോഴാണ് മരിച്ചത്, ഒന്നും അറിഞ്ഞില്ല. അവർ വിഷമം ഉള്ളിലൊതുക്കി തിരിച്ചു പോന്നു. ഏതായാലും അവർ ആ ഖബറിടത്തെ ആദരിച്ചു. അങ്ങനെ വീണ്ടും ദിവസങ്ങളും കാലങ്ങളും കടന്നു പോവുകയാണ്. പിന്നീട് പലരും
പല സങ്കടങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഖബറിനരികിൽ വന്നാൽ അത് ആശ്വാസമായിട്ടല്ലാതെ തിരിച്ചു പോവാറ് പതിവുണ്ടായിരുന്നില്ല. പല രോഗങ്ങൾക്കും പലരും വന്നിരുന്നു. അങ്ങനെ അവിടെ ചെറുതായിട്ട് മക്ബറയൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവർ സൗകര്യപ്പെടുത്തി വരുന്നവർക്ക് ഒന്ന് നിൽക്കാനും പ്രാർത്ഥിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ആളുകൾ ചെയ്തു കൊടുത്തു. അങ്ങനെ വെല്ലെ വെല്ലെ ജനസാമീപ്യം അവിടെ ഉണ്ടായി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മരണശേഷം വൈലത്തൂർ പ്രദേശകാരിയായ ഒരു സ്ത്രീക്ക് പാമ്പ് ശാപം ഉണ്ടായി. അങ്ങനെ പാമ്പ് ശാപം ഏറ്റ് അവൾക്ക് ഇളകുന്ന സമയത്ത് അവൾ പാമ്പിൻ്റെ പോലെ കിടന്ന് ഉഴക്കുകയും പലതും കാണിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പാമ്പ് നിൽക്കുന്ന മാതിരി എണീറ്റ് നിൽക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയുണ്ടായിരുന്നു. അവളെ ഈ മക്ബറയിൽ കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഒക്കെ സമാധാനമായി. അവിടുത്തെ വെള്ളം കൊണ്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. മറ്റൊരിക്കൽ കൂട്ടായിൽ ആ ഭാഗത്ത് തന്നെ ഒരു ലഹളയുണ്ടാവുകയും പട്ടാളം വാഴുന്ന കാലഘട്ടമാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പാണ്, പട്ടാള ലഹളക്കും മുമ്പാണ് സംഭവം കേട്ടോ. അങ്ങനെ ഒരു മുസ്ലിം സഹോദരൻ മറ്റൊരാളെ കൊല്ലുകയുണ്ടായി. കൊന്നവനെ പിടിക്കുവാൻ വേണ്ടി പട്ടാളക്കാർ ഓടി നടക്കുകയാണ്. ഈ സമയത്ത് ആ കൊന്നവൻ ഇദ്ദേഹത്തിൻ്റെ മക്ബറയിൽ അഭയം തേടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് അഭയം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പട്ടാളക്കാർ അദ്ദേഹത്തെ തിരഞ്ഞു നടക്കുകയാണ്. ഒടുവിൽ അന്ന് രാത്രി അദ്ദേഹത്തിനോട് സ്വപ്നത്തിൽ കാണിച്ചു, നീ ഈ മക്ബറയുടെ തെക്ക് ഭാഗത്ത് ചെന്നിരിക്കുക, കുറച്ചു നേരം അവിടെ ഇരുന്നാൽ മതി, നിന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന്. ആ സ്വപ്നപ്രകാരം ആ മക്ബറയുടെ തെക്ക് ഭാഗത്ത് അദ്ദേഹം അവിടെ ഇരുന്നു. പട്ടാളക്കാർ ഒരുപാട് വന്ന് അതിൻ്റെ അടുത്തു കൂടെയൊക്കെ നടന്നുപോയി എന്നല്ലാതെ ഇദ്ദേഹത്തെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്നുണ്ട്, പക്ഷെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ന് ഏവർക്കും അറിയപ്പെടുന്ന മഹാനാണ് ആലുവ അബൂബക്കർ മുസ്ലിയാർ, പാലപ്പെട്ടി വെളുത്ത മുസ്ലിയാർ, അബ്ദുൾ റസാഖ് ഹാജി തുടങ്ങിയവരൊക്കെ അറിയപ്പെടുന്ന സൂഫി വര്യന്മാരാണ്. ഇവരെല്ലാം അവിടുത്തെ നിത്യ സന്ദർശകരായിരുന്നു. ഈ അബ്ദുൾ റസാഖ് ഹാജി ഒരു ദിവസം അവിടെ വരികയും 40 ദിവസത്തോളം അവിടെ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു. പക്ഷേ പേര് ചോദിച്ച് 40 ദിവസം കഴിഞ്ഞിട്ടും പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിനക്ക് ഹജ്ജിന് പോവാൻ ഉള്ള ടിക്കറ്റുമായിട്ട് ഒരാൾ കാത്തിരിപ്പുണ്ട്, വേഗം നാട്ടിലേക്ക് പോവുക. അങ്ങനെ അബ്ദുൾ റസാഖ് ഹാജി നാട്ടിലേക്ക് പോയി. ആ ജാറം നന്നാക്കിയതും ഒക്കെ കൊണ്ടു നടക്കുന്നത് ഒരു കുട്ടിയാമു ഹാജിയായിരുന്നു. കുട്ടിയാമു ഹാജി എന്നവരുടെ ഉമ്മാക്ക് രക്തവാർച്ച രോഗം ഉണ്ടായി. അത് മൂർച്ഛിക്കുകയും ചെയ്തു. അതിനൊരു പരിഹാരവുമില്ലാതെ അവസാനം മക്ബറയിൽ വന്ന് സങ്കടം പറയുകയും ഈ അസുഖം സുഖപ്പെടുത്തിയാൽ ഞാൻ ഇവിടെ ഒരു കിണർ കുഴിച്ചു നൽകാമെന്ന് നേർച്ചയാക്കുകയും ചെയ്തു. കുട്ടിയാമു ഹാജി ഈ മക്ബറ നടത്തിപ്പുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് ഇത് മാറിയാൽ ഞാനിവിടെ ഒരു കിണർ കുഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നേർച്ചയാക്കി. ഉടനെ തന്നെ ആ സ്ത്രീയുടെ രോഗം ശിഫയാവുകയും ധർമ്മക്കിണർ കുഴിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ ഒരു കിണറുണ്ടായി. ആ കിണറാണ് ഇന്ന് അറിയപ്പെടുന്നത്. രോഗികളുമായിട്ട് അങ്ങോട്ട് വന്നാൽ ഓരോരുത്തർ അവിടെ വന്ന് കുളിച്ചു പോകുന്നു, ആ വെള്ളം കൊണ്ടുപോകുന്നു. ഇവിടുത്തെ വെള്ളം വളരെയധികം ദിവ്യ ഔഷധമുള്ള വെള്ളമാണ്. കുഷ്ഠരോഗം, പാണ്ട്, കുരിപ്പ്, ചൊറി, പൊളയൻ, ചന്നി, കുര, എമ്പക്കം, പ്രസവ സംബന്ധമായ വിഷയങ്ങൾ, ഈ കാര്യങ്ങൾക്കൊക്കെ ഈ വെള്ളം തെളിക്കുന്നതും കുടിക്കുന്നതും ജിന്ന്, ശൈത്താൻ, ഇഫ്രീത്ത് തുടങ്ങിയ ബാധ ഏൽക്കുക പോലുമില്ല ഇത് കുടിക്കുന്നവർക്കും ഇതുകൊണ്ട് തെളിക്കുന്നവർക്കും. ജിന്ന് ബാധ ഏറ്റ വീടാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് തെളിച്ചാൽ മതി. വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഈ വെള്ളം തെളിക്കണം. അത്രയ്ക്ക് ദിവ്യത്വമുള്ള ഒരു വെള്ളമാണ് ആ കിണറ്റിലെ വെള്ളം. വേങ്ങര കോയപ്പാപ്പ അറിയപ്പെടുന്ന ഒരു മക്ബറയാണ്, അറിയപ്പെടുന്ന ഒലിയാണ്. തെന്നല കൊളമ്പ്ര മുഹമ്മദ് മുസ്ലിയാർക്ക്
മൂത്രസംബന്ധമായ ഒരു രോഗമുണ്ടായപ്പോൾ വേങ്ങര കോയപ്പാപ്പായുടെ അരികിൽ ചെന്ന് സങ്കടം പറഞ്ഞു. അപ്പോൾ കോയപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ കൂട്ടായി നെച്ചിക്കാട്ട് ജാറത്തിൽ പോയി കുളിക്കുക. പറഞ്ഞ പ്രകാരം കൊളമ്പ്ര മുഹമ്മദ് മുസ്ലിയാർ കൂട്ടായി നെച്ചിക്കാട്ടിൽ ജാറത്തിങ്കിൽ ചെന്ന് 40 ദിവസത്തോളം തുടർച്ചയായി കുളിക്കുകയും 40-ാം ദിവസം രോഗം സുഖപ്പെടുകയും തിരിച്ചു പോരുകയും ചെയ്തു. മൂത്രസംബന്ധമായി വല്ലാത്ത മൂത്രതടസ്സമുള്ള ഒരു രോഗമാണ് വന്നിരുന്നത്. ഒരു ദിവസം കാഴ്ച മുഴുവൻ നഷ്ടപ്പെട്ട ഒരാൾ ആ നാട്ടിൽ വരികയും വല്ലാതെ ജനങ്ങളോടൊക്കെ സങ്കടപ്പെടുകയും എനിക്ക് ഇത് ശിഫയാവാൻ എന്തെങ്കിലും ഒരു മാർഗം നിങ്ങളാരെങ്കിലും പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്ധൻ വന്നു. ആ അന്ധന് അവർ പറഞ്ഞയച്ചത് ആ മക്ബറയിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും എന്നിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്തു. ആ കുളിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുകയാണ് ചെയ്തത്. കുറച്ച് ദൂരെ യാത്രക്കാരനായ ഒരാൾ, ഒരു കുഷ്ഠരോഗി, അന്ന് മക്ബറയിലൊക്കെ ആളുള്ള സമയമാണ്, കുട്ടിയാമു ഹാജിയുടെ കാലഘട്ടം തന്നെയാണ്. അങ്ങനെ ആളുകളുള്ള കൂട്ടത്തിലേക്ക് ഒരു കുഷ്ഠരോഗി മുറിവൊക്കെ ആയിട്ട് നീരൊലിക്കുന്ന മുറിവുമായിട്ട് അവരുടെ കൂട്ടത്തിലേക്ക് വന്നു. അങ്ങനെ അവർ ഒഴിഞ്ഞു നിന്ന് കൊടുത്തു. മക്ബറയിൽ വന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നിട്ട് അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, നിങ്ങൾ ആ കിണറ്റിങ്കൽ പോയൊന്ന് കുളിക്കൂ എന്ന് പറഞ്ഞു. കുളിച്ച് അദ്ദേഹം സുഖമായിട്ട് തിരിച്ചു പോരുകയും അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ കണ്ടപ്പോഴുള്ള അവസ്ഥ തന്നെ കാണികൾക്ക് തന്നെ വ്യത്യാസപ്പെടുകയും അദ്ദേഹം ആ രോഗം മാറിയിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോയത്. പാണ്ട് പിടിപെട്ട് ഒരു കുടുംബം പോലും ഉപേക്ഷിച്ച ഒരു മനുഷ്യൻ ജാറത്തിൽ വന്നു. എന്നിട്ട് സങ്കടം പറഞ്ഞു, എനിക്ക് വെള്ളപ്പാണ്ട് കൊണ്ട് ആകെ നിറഞ്ഞിരിക്കുന്നു എൻ്റെ ശരീരം, എൻ്റെ കുടുംബക്കാർക്കൊക്കെ എന്നോട് വെറുപ്പായിരിക്കുന്നു, എല്ലാവർക്കും എന്നോടൊരു വെറുപ്പുണ്ട്, എന്താണ് ഞാൻ ചെയ്യുക എന്ന് ഈ മക്ബറയിൽ വന്നുകൊണ്ട് അവിടെയുള്ളവരോട് അഭിപ്രായം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇതാ ആ വെള്ളത്തിൽ കുളിക്കുക. അയാൾ ആ വെള്ളം ശരീരത്തിലേക്ക് അങ്ങ് ഒഴിക്കേണ്ട താമസം ആ നിറം മുഴുവനും മാഞ്ഞുപോയി. ഈ സംഭവം അബൂബക്കർ മുസ്ലിയാർ, അബ്ദു ഉസ്താദ് എന്നിവർ പറഞ്ഞതാണ്, അവർക്ക് അനുഭവമുള്ളതാണ്. തീരെ കാഴ്ചയില്ലാത്ത 8 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുട്ടി, പറ്റ അന്ധനാണ്, ഒന്നും കാണുന്നില്ല, അങ്ങനത്തെ ഒരു കുട്ടി. അവർ പല സ്ഥലത്തും പോയി ഒടുവിൽ ഈ മഖാമിലെത്തുകയാണ്. മഖാമിലെത്തിയപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, ഇവിടേക്ക് വാഴക്കുല നേർച്ചയാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവിടേക്ക് വാഴക്കുല നേർച്ചയാക്കുകയും അവിടുത്തെ മാലപ്പാട്ട് ചൊല്ലാൻ നേർച്ചയാക്കുകയും ചെയ്തു. അത് ചൊല്ലാൻ അവിടെ ഏൽപ്പിക്കുകയും പഴം അവിടെ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ആ കിണറ്റിലെ വെള്ളം കൊണ്ട് ആ കുട്ടിയുടെ മുഖം കഴുകി കൊടുത്തപ്പോൾ ആ കുട്ടിയുടെ കാഴ്ച തിരിച്ചു കിട്ടി. ഇനി രോഗികൾ ഇവിടേക്ക് നേർച്ചയാക്കുന്ന മറ്റ് പല രീതികളുമുണ്ട്. നേർച്ചയിൽ ഒരു രീതിയാണ് വെള്ളി അവയവങ്ങൾ, അരി, പഴക്കുല തുടങ്ങിയവ കൊണ്ട് നേർച്ചയാക്കുക. കൈകാലുകളിലും മറ്റും ചൊറി, മുഴകൾ, വയറ്റിൽ മുഴ, മറ്റ് അസുഖങ്ങൾ ബാധിച്ചവർ, വയറുവേദന, വയറ്റിൽ മുഴ തുടങ്ങിയവർക്ക് മഖാമിലേക്ക് വെള്ളിയുടെ അവയവങ്ങളും അരിയുമൊക്കെ നേർച്ചയാക്കും. ആ നേർച്ച കൊണ്ട് ശിഫ ലഭിക്കാറാണ് പതിവ്. കോഴിക്കോട്ടുകാരിയായ ഒരു സ്ത്രീ ഈ അടുത്ത കാലത്ത് അവിടെ വരികയും അവരുടെ വയറ്റിലെ മുഴ പോയാൽ ഒരു ചാക്ക് അരി ഈ മക്ബറയിലേക്ക് കൊടുക്കാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അവരുടെ ആ മുഴ മാറുകയും ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ മുഴ ഇല്ല എന്ന്, അത് പോയിരിക്കുന്നു എന്ന് പറയുകയും ഓപ്പറേഷത്തിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയുകയും അതിൻ്റെ അംശം പോലും അതിൽ വയറിൽ അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് സുഖം പ്രതീക്ഷിപ്പിച്ചുകൊണ്ട് അവരെ വിടുകയും ചെയ്തു. അതിനെ തുടർന്ന് അവർ അരി കൊടുക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തുകാരികളായ ദമ്പതികൾ അവിടെ വരികയും 9 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ല എന്ന വിഷമം പറയുകയും അവിടേക്ക് മാലപ്പാട്ടും പഴക്കുലയും നേർച്ചയാക്കുകയും ചെയ്തപ്പോൾ അവർക്ക് സന്താനങ്ങളുണ്ടായി. അവിടുത്തെ മാലപ്പാട്ടും മധുവുമൊക്കെ കുണ്ടൂർ ഉസ്താദും
ചെയ്തിട്ടുണ്ട്. അത് അവിടുത്തെ മാലപ്പാട്ട് ബുക്കുകൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ അനവധി കറാമത്തുകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു മക്ബറയാണ്. വിശ്വാസമുള്ളവർ ചെല്ലുക, വിശ്വാസത്തോടെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക. അള്ളാഹുവെ, നിൻ്റെ വലിയൻ്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടുത്തെ ഈ ബർക്കത്ത് വെള്ളം കൊണ്ട് എൻ്റെ രോഗം മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ വെള്ളം ഉപയോഗിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നെച്ചിക്കാട്ടിൽ ജാറം കൂട്ടായി അങ്ങാടിയിൽ ചെന്ന് അയിമുഖത്തേക്ക് പോകുന്ന റോട്ടിലേക്ക് അല്പം ചെന്നാൽ ഒരു വളവ് കഴിഞ്ഞാൽ കാണാം ആ മക്ബറ. അതിൻ്റെ മുന്നിലേക്ക് നെച്ചിക്കാട്ടിൽ മക്ബറ എന്ന് പറഞ്ഞ ബോർഡിൻ്റെ താഴെ കാണുന്ന റോഡിലൂടെ അങ്ങോട്ട് കയറിയാൽ മുറ്റത്തേക്ക് നമ്മുടെ വാഹനങ്ങൾ കൊണ്ടുപോയി നിർത്താം. അവിടെ ചെന്ന് നമുക്ക് കുളിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ. ആ വെള്ളം കൊണ്ട് കുളിക്കുകയോ വെള്ളം കൊണ്ട് പോരുകയോ ചെയ്യാം. വെള്ളം കൊണ്ട് കുളിക്കുകയാണ്, അവിടെ നിന്ന് തന്നെ കുളിക്കുകയാണ് നല്ലത്. മേത്ത് കൂടെ അങ്ങ് പാർന്നാൽ മതി, വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം കൊണ്ടുവന്ന് മറ്റുള്ള വെള്ളത്തിൽ ചേർക്കാതെ വെള്ളം കൊണ്ട് കഴുകുന്നതാണ് നല്ലത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഈ അറിവിനെ ഉപകാരപ്രദമാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.